ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോഴാണ് ഞാനിടുന്ന അപ്ലോഡ്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുളിങ്ങ ചെറിയ ഉള്ളിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇത് ഒരുവിധം മലയാളികൾക്കൊക്കെ അറിയുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇത് അറിയാത്ത കുറച്ച് പേർക്കെങ്കിലും ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സാധാരണ ഉണ്ടാക്കുന്നതിനൊക്കെ കുറച്ച് ഒരു വ്യത്യാസമുണ്ട്. അത് ഞാൻ പറയുന്ന ചെറുവ് കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ചുവന്നുള്ളി, ഒരു 5-6 ചുവന്നുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചതയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. ഞാനിവിടെ 2 ഉണക്കമുളകാണ്. അത് എരിവിനനുസരിച്ച് 4-5 ചേർക്കാം. ഇതിങ്ങനെ ഞാൻ ചുട്ടെടുത്തതാണത്. അപ്പോൾ ചുട്ടെടുക്കുക അല്ലെങ്കിൽ പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളകാണ്. ശരിക്കും വേണ്ടത് ഇതിന് ഒരു കാന്താരി മുളകാണ് ആവശ്യം. പക്ഷേ എനിക്കിവിടെ കാന്താരി മുളക് കിട്ടാനില്ലാത്ത കാരണം ഞാൻ ഒരു പച്ചമുളകാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി. ഞാൻ സാധാരണ വീട്ടിൽ അമ്മയൊന്നും ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ചേർക്കാറില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാറുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഉപ്പ് വേണം. പിന്നെ ഇതിൻ്റെ മെയിൻ പുളി വേണം, കുറച്ച് പുളി മതി. അപ്പോൾ ഞാനത് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് മുളകൊന്ന് നമുക്ക് പൊട്ടിച്ചിടാം. പിന്നെ ഈ ഉള്ളി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഈ പച്ചമുളക്, പിന്നെ ഈ ഉപ്പ്, പിന്നെ വളരെ കുറച്ചാണ് ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ പുളി, ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയെടുക്കുക. നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം പച്ചമുളക് ഉപയോഗിച്ചിട്ട് അങ്ങനെ എല്ലാവരും അധികം ഉണക്കമുളക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പച്ചമുളക്, ഉണക്കമുളക് കൂടുതൽ വേണം, ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. കാന്താരി മുളക് കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ടേസ്റ്റിയാണ്. ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ കറിയൊന്നും ഇല്ലാത്ത ദിവസം കഴിക്കാം. മുളക് ചുട്ടത് ഒഴിക്കെ വേറെ പ്രത്യേകിച്ച് കുക്കിങ്ങൊന്നും ഇതിന് വേണ്ട. അങ്ങനെ ഉള്ളിയും പുളി അല്ലെങ്കിൽ ഉള്ളിയും മുളക് തിരുമിയ ചമ്മന്തി റെഡിയായി. നമുക്ക് വേറൊരു ഈസി റെസിപ്പി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.